ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം അമ്മേ. അമ്മയുടെ മുറിയിൽ പോയി കിടന്നു. എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയൊന്നുമില്ല. രാത്രി അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ് കിടക്കാൻ തൻ്റെ റൂമിലെത്തിയ ഗീതു തനിക്ക് കൂട്ടുകിടക്കാൻ വന്ന അമ്മായിയമ്മയെ കണ്ട് അമ്പരന്ന്. ഞാനിവിടെ കിടന്നോളാം ഗീതു. ഇന്ന് മാത്രമല്ല, ഇനി അഭി വരുന്നത് വരെ ഞാനിവിടെ തന്നെയാണ് കിടക്കുന്നത് രാത്രി. ഗീതുവിൻ്റെ കട്ടിലേക്ക് കയറി കിടന്നുകൊണ്ട് അവളോട് അത് പറയുമ്പോൾ മാലതി കണ്ണുകൾ ആ റൂമിന് എതിർവശത്തേക്കുള്ള റൂമിലേക്ക് ഒന്ന് പാളി ചെന്നു. അടഞ്ഞു കിടക്കുന്ന ആ റൂം വാതിൽ കണ്ടതും ഒരു നിശ്വാസമുതിർന്ന അവളുടെ ഉള്ളിൽ നിന്നും ചെരിഞ്ഞു കിടക്കുന്ന മാലതിക്കരികിലായി കയറി കിടക്കുമ്പോൾ ഗീതുവിനുള്ളിൽ വല്ലാത്തൊരസ്വസ്ഥത നിറഞ്ഞു നിന്നു. പറയാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ഒന്ന്. ഗീതു കിടന്ന് അല്പം കഴിഞ്ഞതും അവളുടെ ഫോണിൽ ഭർത്താവ് അഭിയുടെ വീഡിയോ കോൾ എത്തി. ഇന്നെന്താ ഗീതു, അമ്മ നിന്റെ ഒപ്പമാണ് കിടക്കുന്നത്? ഗീതുവിന് അരികിലായി കിടക്കുന്ന മാലതിയെ കണ്ട് അത്ഭുതത്തിൽ തിരക്കുകയും ചെരിഞ്ഞു കിടക്കുന്ന മാലതി മലർന്ന് നേരെ കിടന്ന് ഗീതുവിനൊപ്പം അവളുടെ ഫോണിലേക്ക് നോക്കി. ഇനി നീ വരും വരെ അമ്മ കിടക്കുന്നത് എവിടെയാണ് മോനെ? അഭിയെ നോക്കി ചിരിയോടെ മാലതി പറഞ്ഞുവെങ്കിലും അത് കേട്ട അഭിയുടെ കണ്ണൊന്നു കൂർത്തു അമ്മയ്ക്ക് നേരെ. അതിനെന്താ അമ്മേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഗൾഫിലേക്ക് വന്നിട്ട് 2 മാസം കഴിഞ്ഞു. അന്നെല്ലാം ഗീതു തനിച്ചായിരുന്നല്ലോ അവിടെ കിടന്നത്. പിന്നെ എന്തു പറ്റിയിപ്പോൾ? നീയാണോ ഗീതു അമ്മയെ വിളിച്ച് കൂടെ കിടത്തിയത്? വയ്യാത്ത അച്ഛനെ അപ്പുറത്തെ റൂമിൽ തനിച്ച് കിടത്തിയിട്ടാണ് നിനക്ക് കാവൽ കിടക്കാൻ അമ്മ വരുന്നത്. ഓർമ്മയുണ്ടോ നിനക്കത്? അഭി ദേഷ്യപ്പെട്ടതും ഗീതു ദയനീയമായി അഭിയെയും മാലതിയെയും നോക്കി. ഗീതു വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ വന്നത് കിടക്കാൻ. എൻ്റെ ഇഷ്ടത്തിനാണ്. ഇതിൽ നീ ഇടപെടുകയൊന്നും വേണ്ട. ഇതെൻ്റെ കാര്യമാണ്. ശബ്ദമൊന്നും ഉയർത്തി അവനോട് പറയുന്നതിനൊപ്പം തന്നെ പഴയപടി ചെരിഞ്ഞു കിടന്നു പുതപ്പിട്ട് കിടന്നു കഴിഞ്ഞു മാലതി. അമ്മയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും മിഴിഞ്ഞുപോയി അഭിയുടെ കണ്ണെങ്കിൽ ഗീതുവിൽ നിറയെ സങ്കടമാണ്. രാത്രി ഈ സമയത്താണ് മനസ്സ് തുറന്ന് അവനോടൊന്ന് സംസാരിക്കുന്നത്. അവൻ്റെ കുസൃതിയും പ്രണയവും നിറഞ്ഞ വാക്കുകൾ കേട്ടതിൽ ലയിച്ചൊരു പ്രണയനദി ഇരുവരും നീന്തി വരുന്നതും ഈ നേരത്താണ്. അമ്മയുടെ സാമീപ്യത്തിൽ ഉള്ളു തുറന്നു ചിരിക്കാൻ പോലും കഴിയാതെ 1-2 വാക്ക് മിണ്ടി ആ ഫോൺ കോൾ അവസാനിപ്പിക്കുമ്പോൾ അഭിയിലും ഗീതുവിലും നിറഞ്ഞ നിരാശ മാത്രം അവശേഷിച്ചെങ്കിൽ അരികിൽ കിടന്ന മാലതിയിലൊരു ഗൂഢസ്മിതം വിരിഞ്ഞു ചുണ്ടിൽ. ഒപ്പം താൻ ഉദ്ദേശിച്ചത് നടന്നു കിട്ടിയ സന്തോഷവും നിറഞ്ഞു. തുടർന്നുള്ള 2 ദിവസങ്ങളിലും രാത്രി ഇതുതന്നെ ആവർത്തിച്ചതും മാലതിയോടുള്ളതിൽ വല്ലാത്ത ദേഷ്യം തോന്നി നീതുവിന്. രാത്രി കൂടെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നതിന് പുറമെ പകലെല്ലാം ഗീതുവിനൊപ്പം ഒരു നിഴൽ പോലെ സഞ്ചരിച്ചു തുടങ്ങി മാലതി. അഭിമാകെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ടു. അമ്മയുടെ സ്വഭാവവും പ്രവൃത്തിയും കാരണം ഗീതുവിന് കൂട്ടുകിടക്കണ്ട എന്ന് അഭിമാലതിയോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അതൊന്നും മാലതി വകവെച്ചില്ല. വല്ലാത്തൊരു വാശി തന്നെ കാണിച്ചു മാലതി ആ ഒരു കാര്യത്തിൽ. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങവേ ഒരു നാൾ ഗീതു ഒരു കാര്യം ശ്രദ്ധിച്ചു. അഭിയുടെ അനിയൻ അനീഷ് വീട്ടിലുള്ളപ്പോൾ മാലതി അവളെ എവിടെയും തനിച്ചാക്കാതെ കൂടെ തന്നെയുണ്ട്. അനീഷ് തന്നോട് സംസാരിക്കുമ്പോഴും തൻ്റെ അരികെ എന്തിനെങ്കിലും വരുമ്പോഴും വല്ലാത്തൊരു വെപ്രാളം മാലതിയെ മൂടുന്നതും എന്തെങ്കിലും കാരണമുണ്ടാക്കി അവനെ തൻ്റെ അരികിൽ നിന്ന് മാറ്റുന്നതിനുമെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതും ഒരു കരട് അവശേഷിച്ചു ഗീതുവിൻ്റെ മനസ്സിൽ. അതിലുപരി ഒരു ചേച്ചിയായും അമ്മയായും തന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന അനീഷിനെയും തന്നെയും മറ്റൊരർത്ഥത്തിലാണോ അമ്മ കാണുന്നത് എന്ന ചിന്ത അവളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി. ഗീതു, നീ എൻ്റെ ഭാര്യയായിട്ട് വർഷമൊന്ന് കഴിഞ്ഞു. നിന്നെ എനിക്കറിയാം. അതുപോലെ അനീഷിനെയും. ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നീ ടെൻഷനാവണ്ട. നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ഫോണിലൂടെ ഗീതുവിനെ ആശ്വസിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അഭി. ഒപ്പം തന്നെ അനീഷിനെയും വിളിച്ചു സംസാരിച്ചവൻ. അഭിയുമായി സംസാരിച്ച് ഫോൺ വെച്ച അനീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മയ്ക്ക് തുല്യമായി താൻ കാണുന്ന തൻ്റെ ഏട്ടത്തിയമ്മയെയും തന്നെയും തൻ്റെ പെറ്റമ്മ സംശയിക്കുന്നുവെന്നത് അവനെ തളർത്താൻ പോന്ന ഒന്നായിരുന്നു. താൻ ഏട്ടത്തിയമ്മയുടെ മുറിയിൽ അന്തിക്കൂട്ടിന് ചെല്ലുമെന്ന ഭയത്തിലാണമ്മ ഏട്ടത്തിയമ്മയുടെ മുറിയിൽ കിടക്കുന്നത് എന്നതും അവനിലെ മകനെ തളർത്തിയിരുന്നു. അന്നും പതിവ് പോലെ ഗീതുവിൻ്റെ മുറിയിൽ കിടക്കാനെത്തിയ മാലതി അമ്പരന്നു പോയി. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഗീതുവിനെ കണ്ട്. ഇതെന്താ ഗീതു, നീ രാത്രിയിൽ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നിൽക്കുന്നത്? അസ്വസ്ഥമായ മനസ്സോടെ അവർ അവളോട് തിരക്കുന്നേരം തന്നെയാണ് ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി അനീഷ് ഗീതുവിൻ്റെ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നത്. അവൻ്റെ ആ വരവ് കണ്ട മാലതിയുടെ കണ്ണുകൾ തുറിച്ചുന്തി. താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു എന്നവർ ഭയന്നു. ഗൾഫ് ഭാര്യമാരെ പറ്റി കേൾക്കുന്ന കഥകൾ പോലെ തൻ്റെ കുടുംബത്തിലും നടന്നെന്ന് കരുതിയവർ. വാ, നമുക്ക് ഫോട്ടോ എടുക്കാം. അമ്മ എന്നൊരാളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഗീതുവിൻ്റെ പല ഭാവത്തിലുള്ള ഫോട്ടോകൾ ഫോണിൽ പകർത്തി അനീഷ്. അവരുടെ പ്രവൃത്തികളൊന്നും മിണ്ടാതെ നോക്കിയിരിക്കേണ്ടി വന്നു മാലതിക്ക്. ആകെ കാലുഷ്യം കലർന്നിരിക്കുന്ന അവരുടെ മനസ്സിൽ. ഇതെന്തിനാ രാത്രി ഇങ്ങനെ വേഷം കെട്ടി ഫോട്ടോ എടുക്കുന്നത് ഗീതു? ഗതികെട്ടൊടുവിൽ മാലതി ചോദിച്ചതിന് നാണത്തിൽ പൊതിഞ്ഞൊരു നോട്ടമായിരുന്നു ഗീതുവിൻ്റെ മറുപടി. ഇത് ഏട്ടന് അയച്ചു കൊടുക്കാനാണമ്മേ, ഏട്ടൻ പറഞ്ഞിട്ട്.
മാലതിയോട് പറഞ്ഞ് അനീഷ് മുറിയിലേക്ക് പോയതും ഗീതുവിനെ നോക്കി മാലതി എന്നൊരാൾ അവിടെ ഉണ്ടെന്ന ഭാവം പോലും ഇല്ലാതെ അഭിയോട് സംസാരിക്കുകയാണവൾ. ഒന്ന് പോയി അഭിയേട്ടാ, അത്രയ്ക്ക് തടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇച്ചിരി. ഇങ്ങനെയൊന്നും പറയല്ലേ, അമ്മയുണ്ട് കേട്ടോ കൂടെ. ഇല്ല, ഉറങ്ങിയിട്ടില്ല. ഗീതുവിൻ്റെ സംസാരം നേർത്ത കുറുകലായും നേർത്ത ഇക്കിളിയും ചിരിയായും കാതിൽ പതിക്കുമ്പോൾ അവിടെ നിൽക്കാനോ കിടക്കാനോ പറ്റാതെ ഉരുകി മാലതി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതെല്ലാം കൂടിയ അളവിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഗീതു തുടർന്നതും അവളുടെ കൂടെയുള്ള കിടത്തം മതിയാക്കി ആ റൂമിന് പുറത്തെ സോഫയിലാക്കി മാലതി കിടത്തം. അതോടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു അല്ലാതെയും അനീഷ് ഗീതുവിനരികിലേക്കും ഗീതു അനീഷിനരികിലേക്കും എപ്പോഴും ചെന്നുകൊണ്ടിരുന്നു. മാലതിയെ ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ല അവർ. അന്ന് രാത്രി അഭിയുടെ കോൾ മാലതിയുടെ ഫോണിലേക്ക് വന്നതും അവനെ നോക്കാനാവാതെ മുഖം കുനിച്ചവർ. അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? അവൻ്റെ ചോദ്യത്തിന് നിശബ്ദയായിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഇന്നവിടെ അമ്മയും അനീഷും ഗീതവും തമ്മിലുണ്ടായ വഴക്കെല്ലാം ഞാൻ അറിഞ്ഞമ്മേ. വഴക്ക് മാത്രമല്ല, അവിടെ നടക്കുന്ന ഓരോന്നും ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് എൻ്റെ അനിയനെയും ഞാൻ താലി കെട്ടി എന്നെ വിശ്വസിച്ച് എൻ്റെ വീട്ടിൽ താമസിക്കുന്നവളെയും പരിപൂർണ വിശ്വാസമാണ്. സ്വന്തം മകനെയും മരുമകളെയും വിശ്വാസമില്ലാത്തത് അമ്മയ്ക്കാണ്. ഭർത്താവ് അരികിലില്ലെങ്കിൽ പരപുരുഷനെ തേടുന്നവരാണ് ഓരോ പ്രവാസ ഭാര്യയുമെന്നും അമ്മയോട് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല. നശിക്കാൻ ഒരാണും പെണ്ണും തീരുമാനിച്ചാൽ അതിനെ തടയാനും ആർക്കും പറ്റില്ല. അമ്മ ഒന്ന് ഓർത്താൽ മതി. ഞാൻ ഉൾപ്പെടുന്ന ഓരോ പ്രവാസിയും ഇവിടെ അധ്വാനിക്കുന്നത് ഞങ്ങളെ കാത്ത് ഓരോ നിമിഷവും ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അമ്മയെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പറ്റിയെല്ലാം ഓർത്താണ്. ആ സമാധാനമാണ് അമ്മയെപ്പോലുള്ളവർ നിങ്ങളുടെ ഭയവും സംശയവും കൊണ്ട് ഇല്ലാതാക്കുന്നത്. മറക്കരുതമ്മ അത്. എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസമാണ്, അതിലുപരി എൻ്റെ അനിയനെയും. അമ്മയ്ക്കതില്ലെങ്കിലും ശ്രദ്ധ വേണം അമ്മ, പക്ഷെ അതിൽ സംശയം കലരാൻ പാടില്ല. സംസാരം അവസാനിപ്പിച്ച് അഭി കോൾ കട്ട് ചെയ്തു പോയിട്ടും അവൻ്റെ വാക്കുകളോർത്ത് തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ച് തല കുമ്പിട്ടിരുന്നു മാലതി, മറ്റൊരാളെയും നേരിടാൻ കഴിയാതെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.